ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. എൻ്റെ വീടിൻ്റെ പുറകുവശത്തുള്ള ഒരു കുഞ്ഞു തോട് എന്നാണെങ്കിലും ഞങ്ങൾ പുഴ എന്നാണ് പറയുക. ചെറുപ്പം തൊട്ടേ ഞങ്ങൾ ഈ പുഴയിൽ തന്നെയായിരുന്നു ഫുൾ ടൈം. ഈ ഒരു റബ്ബർ തോട്ടമൊക്കെ കണ്ടോ, പുഴയിലേക്ക് പോകുന്ന വഴിയിലുള്ളതാണ് ഈ റബ്ബർ തോട്ടം. നിലത്ത് മുഴുവൻ ചക്കയൊക്കെ വീണെടുക്കുകയാണ്. പണ്ട് ഫുൾ കാട് പോലെയായിരുന്നു. പണ്ടെന്ന് പറയാനില്ല, എൻ്റെ ഒരു 15 വർഷം മുന്നേയൊക്കെ, ഞാൻ ഒരു 7th പഠിക്കുന്ന ടൈമിൽ തൊട്ട് ഇവിടെ നല്ല കാട് പോലെയായിരുന്നു. ഇതാണ് വീട്, ബാക്കിൽ തന്നെയാണ് തോട്. കുഞ്ഞു തോടാണ്. ആദ്യമൊക്കെ ഈ കുഞ്ഞു തോട് ശരിക്ക് മഴക്കാലം ആവുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം വരുമായിരുന്നു അവിടെ. അപ്പം നമ്മുടെ വഴിയൊക്കെ ശരിക്കും തോട് തന്നെയായിരുന്നു. പിന്നെ അത് ഇവിടെ ഇങ്ങനത്തെ കുഞ്ഞ് ഈ ഒരു കോൺക്രീറ്റിൻ്റെ ഒരു പൈപ്പ് പോലെ കണ്ടില്ലേ, ആ പൈപ്പ് പോലെയൊക്കെ വെച്ചിട്ട് റോഡ് ആക്കി. അടിയിലൂടെ വെള്ളവും പോവും, മുകളിലൂടെ നമുക്ക് നടക്കുകയും ചെയ്യാം. ആ ഒരു സെറ്റപ്പിലാക്കി എടുത്തു. അപ്പം നമുക്ക് നമ്മുടെ പുഴ കാണാൻ പോവാം. പുഴയിലേക്ക് പോകുന്ന സ്ഥലത്ത് ഇതേ വലിയ മരം ഉണ്ട് കേട്ടോ. ഇതെന്തായിരുന്നു, മഹാഗണി അങ്ങനെ എന്തോ പേരാ പറയാ. അപ്പം പണ്ടൊക്കെ ഇത് കുഞ്ഞു തൈ ആയിരുന്നല്ലോ, അപ്പോൾ ഇത്രയും നമുക്കൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു നടന്നു പോകാൻ. പക്ഷെ ഇപ്പം കുറച്ച് ബുദ്ധിമുട്ടാണ്. വേറെ എവിടെയിലേക്ക് നോക്കി നടക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കൂടി മരിക്ക് നടന്നു പോകാൻ പറ്റില്ല. എവിടെയെങ്കിലും വീഴും, കാലൊക്കെ തട്ടി. ഇപ്പം മഴയുടെ ടൈം ആയിട്ടാണെന്ന് ഫുള്ള് കാട് പോലെ ഇരിക്കുക. ഇപ്പോൾ കുറേ പപ്പായ മരങ്ങളൊക്കെ, കുഞ്ഞു മരങ്ങളൊക്കെ ഉണ്ട്. കണ്ടിട്ട് നട്ട് വളർത്താൻ തോന്നി. ഞാൻ കുറച്ചായിട്ടോ ഈ പുഴയിലേക്ക് വന്നിട്ട്. മഴക്കാലമായ പ്രത്യേകിച്ച് വീട്ടിൽ നിന്ന് വിടില്ല, ഭയങ്കര പേടിയാണ് നമുക്ക്. ഇവിടെയൊക്കെ കുറേ ജാതി മരങ്ങളുണ്ട്. സ്ഥലത്തൊക്കെ ജാതി വീണ് കിടക്കുന്നുണ്ട്, കണ്ടില്ലേ. പണ്ട് ചെറുപ്പത്തിൽ കുറേ ജാതി പറിച്ച് ഇതിൻ്റെ ഈ തൊലി കഴിക്കായിരുന്നു. മരം ഇതാണ് മരം. ജാതിക്ക നല്ലതല്ല. പണ്ടൊക്കെ നന്നായിട്ട് ജാതിക്ക പറിച്ച് തിന്നായിരുന്നു ഞാനല്ല, ഞങ്ങൾ കുട്ടികളെല്ലാവരും ഇവിടുന്ന്. നമ്മുടെ കുഞ്ഞു തോട്ടിൽ നിന്നുള്ള വെള്ളം ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ്. വലിയ മരട്ടോ, അതല്ലേ കാണാൻ പോകുന്നത്, നമ്മുടെ പുഴ. കണ്ടില്ലേ, ഞങ്ങളുടെ പുഴ. നിങ്ങൾക്കിത് കുഞ്ഞു തോടായിരിക്കും, പക്ഷെ ഞങ്ങൾക്കിത് പൊമ്മി ഞങ്ങളുടെ പുഴ. ഇതാണ് പുഴ. എന്ത് ഭംഗിയാന്നറിയാം. പക്ഷെ ഈ പുഴ കാണുന്നത് പോലെ ഇത്ര സൈലന്റ് അല്ല കേട്ടോ. മഴ വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമുക്കിത് പ്രെഡിക്റ്റബിൾ അല്ല. മലവെള്ളം വരുന്നൊരു ഏരിയ ആണ്, ഒരു പുഴയാണ്. അപ്പം നന്നായിട്ട് പെട്ടെന്നായിരിക്കും വെള്ളം കൂടുക. എത്രയോ പേര് ഇവിടെ മുങ്ങിപ്പോയിട്ടൊക്കെ ഉണ്ട്. എത്രയോ പേര് മീൻസ് 1-2 ആൾ കേട്ടോ. പിന്നെ നമുക്ക് അവിടേക്ക് ഒരു ചപ്പാത്ത് എന്ന് പറയും, കോൺക്രീറ്റ് ഒക്കെ ഇട്ടൊരു ഏരിയ ഇല്ല, അങ്ങനത്തെ സംഭവം. അവിടെ വണ്ടിയൊക്കെ മുങ്ങിപ്പോയിട്ടുണ്ട്. അവർ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് വണ്ടി എടുക്കും, പക്ഷെ വെള്ളം വന്നിട്ട് കൺട്രോളിൽ പോയി അങ്ങനെ പോയിട്ടൊക്കെ ഉണ്ട്. ഈ സ്റ്റെപ്പൊക്കെ കയറി വെള്ളം ഉണ്ടാവും കേട്ടോ. ഇവിടെയൊക്കെ ഫുൾ വെള്ളമായിരിക്കും മഴക്കാലത്ത്, നന്നായിട്ട് വെള്ളമുള്ള ടൈമിൽ. പക്ഷെ നമ്മുടെ വീട്ടിലേക്കൊന്നും വെള്ളത്തില്ല. ഈ തോട്ടം ഫുൾ കൊക്കോ, ജാതി, പിന്നെ അവിടെ ഒരു മാവൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ആ മാവ് കാണാൻ പറ്റുന്നില്ല, മുറിച്ചു കളഞ്ഞു തോന്നുന്നു. പക്ഷെ ഞങ്ങൾ ചെറുപ്പത്തിൽ ഫുൾ ആ മാവിൻ്റെ ചുവട്ടിലായിരിക്കും. ഒരു കുഞ്ഞു മഴ വന്ന് കാറ്റ് വന്നാൽ മതി, ഓടി അവിടേക്ക് വരും. അവിടെ കാപ്പിയൊക്കെ ഉണ്ട്. ശരിക്കും ഒരു വയനാട് ഏരിയ എന്ന് പറയുമ്പോൾ ഭയങ്കര വൈബാട്ടോ. ഈ ക്ലൈമറ്റും ഫുൾ പച്ചപ്പും ഹരിതാഭയും ഇങ്ങനെയാണ്. പുഴേൻ്റെ അവിടേക്ക് അധികം ഇറങ്ങാത്തത് എനിക്ക് പേടിയായിട്ടോ. അട്ടയൊക്കെ ഉണ്ടാവും, അപ്പം നല്ല പോകുന്നതാണ്. അപ്പോൾ നല്ല മഴ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ മെല്ലെ വീട്ടിലേക്ക് പോവാണ്. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.